എല്ലാവർക്കും മിനീസ് ഫുഡ് ഹെഡിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ചക്ക കൊണ്ട് ഒരു പക്കാവട ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു 12 ചുള ചക്ക എടുത്തിട്ടുണ്ട്. പച്ച ചക്കയാണ്. അതിലേക്ക് ആവശ്യമായ എരിവുള്ള മുളക് പൊടി 1 സ്പൂൺ, കായം പൊടി 1 സ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ, 1 സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ എള്ള്, ഒരു 250 ഗ്രാം കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതേ ബൗളിൽ തന്നെ നമ്മൾ ഒരു 3/4 കപ്പ് അപ്പത്തിനും പത്തിരിക്കും ഉപയോഗിക്കുന്ന വറുത്ത പൊടി എടുത്തിട്ടുണ്ട്. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ചക്ക നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവെല്ലാം മാറ്റി നമുക്കിതൊരു കുക്കറിലേക്കിട്ട് ഒരു വിസിലടിച്ചെടുക്കാം. നമ്മുടെ ചക്ക അങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. നമ്മുടെ ചക്ക ഇവിടെ കുക്കറിൽ ഒരു വിസിലടിച്ച് അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ. അത് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാട്ടോ വേവിച്ചിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം, വേറെ വെള്ളം കൂട്ടേണ്ട ആവശ്യം വരില്ല. നമുക്ക് ഈ ചക്ക അരച്ചത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഈ കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇത് കറക്റ്റ് 250 ഗ്രാമാണ് കേട്ടോ. അതിലേക്ക് ഒരു 3/4 ബൗള് വറുത്ത പത്തിരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടി 1 സ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ, 1 സ്പൂൺ എള്ള്, 1 സ്പൂൺ കായം പൊടി, 1 സ്പൂൺ വെളിച്ചെണ്ണ. ഇത് ചേർത്ത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് സേവനായിലേക്ക് മാറ്റാം. നമുക്ക് പക്കാവടയ്ക്ക് ആവശ്യമായ ഈ അച്ച് ഉപയോഗിക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ചുറ്റി കൊടുക്കാം. ഏകദേശമായിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ പക്കാവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ചെറിയ പീസുകളായിട്ട് പൊട്ടിച്ചെടുക്കാം. നമ്മുടെ ചക്ക പക്കാവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയും വളരെ ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്